ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജോസ് സി വി അവർ ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്ത വാർഡ് കൗൺസിലർ ശ്രീമതി പ്രവീണ മാഡം, യോഗത്തിൽ സ്വാഗതം ആശംസിച്ച PM നവാസ് അവർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളെ, ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ പരിപാടി നിങ്ങൾ ഡെയിലി പത്രങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ ഉപയോഗം അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചു വരുന്നത്. ലഹരി എന്ന് പറയുന്ന ഒരു പദം പലപ്പോഴും നെഗറ്റീവായുള്ള അർത്ഥത്തിൽ എടുക്കാറുണ്ട്, അതുപോലെ ഗുണകരമായ അർത്ഥത്തിൽ നമ്മൾ എടുക്കാറുണ്ട്. എപ്പോഴും ലഹരിക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലോഗോ എന്ന് പറയുന്നത് ലഹരിക്കെതിരെ കായിക ലഹരി, അതേപോലെ തന്നെ ജീവിതമാകണം നമ്മുടെ ലഹരി. ഇപ്പൊ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദ്യം ഉപയോഗിക്കുന്ന ലഹരി എപ്പോഴും ഒരു നെഗറ്റീവ് അർത്ഥമാണ്, അതായത് സബ്സ്റ്റൻസ് അബ്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ലഹരി എന്ന് പറയുന്ന പദം കൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല, ലഹരി പദാർത്ഥങ്ങളാണ് നമുക്ക് ദോഷകരമായിട്ടുള്ളത്. എന്താണ് നമ്മുടെ ഈ ലഹരി പദാർത്ഥങ്ങൾ? ഡ്രഗ് അബ്യൂസ് എന്നാണ് നമ്മൾ പൊതുവെ കേൾക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഡ്രഗ് എന്ന് പറയുന്നത്? അപ്പൊ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന അതായത് മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ സ്റ്റിമുലന്റുകൾ, ഇതെല്ലാം ലഹരി പദാർത്ഥങ്ങളാണ്. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നതായ ആംഫിറ്റമിനുകളും ബാർബിച്ചുറേറ്റ്സും എല്ലാം ലഹരി പദാർത്ഥങ്ങളാണ്. ഇതെല്ലാം ലഹരിക്ക് വേണ്ടിയാണോ ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്? അല്ലെങ്കിൽ ഈ പദാർത്ഥം ലഹരിക്ക് ഉപയോഗിക്കേണ്ടതാണോ? നമുക്കറിയാം, എന്തെങ്കിലും നമ്മൾക്ക് ഒരു അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഓപ്പറേഷൻ വിധേയമാകേണ്ട ആളുകൾക്ക് നമുക്ക് വേദന സംഹാരികളായിട്ട് ഉപയോഗിക്കുന്ന പല മരുന്നുകളുമാണ് ഈ ലഹരി പദാർത്ഥങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു നഗ്ന സത്യം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി കാണുന്നില്ല. കാരണം ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതം. ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്ന മാരക അസുഖങ്ങൾ വരുമ്പോൾ വേദന സംഹാരികളായിട്ട് ഉപയോഗിക്കുന്ന പല മെഡിസിൻസുമാണ് ഈ ലഹരി പദാർത്ഥങ്ങളായിട്ട് നമ്മുടെ യുവതലമുറ ഇന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ളത് സാധാരണ ലഹരി പദാർത്ഥങ്ങൾ, അതായത് നമുക്കറിയാം ലീഗലൈസ്ഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായ പുകയില ഉൽപ്പന്നങ്ങളും മദ്യവും ഒക്കെയാണ് സാധാരണ നേരത്തെ ലഹരി പദാർത്ഥങ്ങളെ കുറിച്ച് കേട്ടിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ അതെല്ലാം മാറി, അതിൽ നിന്നെല്ലാം മാറി ഇപ്പൊ സിന്തറ്റിക് ഡ്രഗ്സുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാബ്ലറ്റുകൾ, മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് കിട്ടുന്ന ഗുളികകൾ മാത്രമല്ല, എന്തും നമ്മുടെ ശാരീരികമായും മാനസികമായും നമ്മുടെ സാധാരണ അവസ്ഥ മാറ്റിമറിക്കുന്നത് എല്ലാം ഡ്രഗുകളാണ്. അത് അപ്പൊ നമ്മൾ മദ്യം പോലും നമ്മുടെ ശരീരത്തെ അഫക്ട് ചെയ്തു. ഇറ്റ് ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് ആസ് എ ഡ്രഗ് വെൻ ഇറ്റ് അഫക്ട്സ് ബോഡി എന്നാണ് പറയുന്നത്. വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് അഫക്ട്സ് ബോഡി, അതായത് ഒരു ബോഡിയിൽ നമ്മുടെ ശരീരത്തെ അത് ബാധിച്ചു തുടങ്ങിയാൽ അന്നേരം നമ്മൾ എന്ത് പറയുന്നു, അതുപോലെ അത് മദ്യം പോലും നമ്മുടെ ലഹരിയിൽ ഡ്രഗായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറയും, എന്തുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തേക്ക് നമുക്ക് ഇത്രയും ഡ്രഗ്സ് അല്ലെങ്കിൽ ഇത്രയും ലഹരി പദാർത്ഥങ്ങൾ കടന്നു വരാനുള്ള ഒരു കാരണം? അത് നമ്മളുടെ, അതായത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആ ഭൂമിയുടെ കിടപ്പ് കൊണ്ടാണ്. അതായത് കിടപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു സാൻഡ്വിച്ച് പോലെയാണ്. ഗോൾഡൻ ക്രസന്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു 6 രാജ്യങ്ങളുടെ ഇടയിൽ ഒരു സാൻഡ്വിച്ചിന്റെ രൂപത്തിലാണ് നമ്മുടെ ഇന്ത്യയുടെ കിടപ്പ്. ഗോൾഡൻ ക്രസന്റും ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ നമ്മുടെ മധ്യ ഏഷ്യൻ രാജ്യങ്ങളും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമാണ്. ഈ രാജ്യങ്ങൾ ഏതാണ്ട് 90% ഈ ലഹരി പദാർത്ഥങ്ങളുടെ നിർമ്മാണം നടക്കുന്ന ഈ രാജ്യങ്ങളിലാണ്. ഇതിന്റെ തൊട്ട് വടക്ക്, നമ്മുടെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതായ നേപ്പാളിലും കഞ്ചാവിന്റെ നിർമ്മാണത്തിൽ ഏറിയ പങ്കും അവിടെയാണ് നിർമ്മിച്ചു വരുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാമായിട്ട് നമ്മുടെ കര അതിർത്തിയും അതേപോലെ ജല അതിർത്തിയും ഏകദേശം 15,000-7,000 കിലോമീറ്റർ വീതം യഥാക്രമം പങ്കിടുന്നതുകൊണ്ട് ഈ രാജ്യങ്ങൾ നമ്മളുടെ ഇന്ത്യയിലേക്ക് വളരെ എളുപ്പത്തിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ കടന്നു വരുന്നതിന് ഇട വരുന്നു എന്നുള്ളതാണ് സത്യം. ആരൊക്കെയാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ തടയാൻ അധികാരപ്പെട്ടിരിക്കുന്ന ഏജൻസി?
ഇന്ത്യ മഹാരാജ്യത്ത് പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആണ് ലഹരി പദാർത്ഥങ്ങൾ തടയുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അതിനുപരിയായിട്ട് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, റെയിൽവേ പോലീസ് ഉണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് DRI ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ഇതിന്റെ പ്രധാന നോഡൽ ഏജൻസി എന്ന് പറയുന്നത് എക്സൈസ് ആണ്. അതിന് പുറമെ പോലീസും റെയിൽവേ പോലീസും എല്ലാം ഇതിനകത്ത് മുഖ്യ പങ്ക്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ ലഹരിയിലേക്ക് ഇങ്ങനെ വീണു പോകുന്നത്? എന്തുകൊണ്ടാണ്? ഇന്ന് നമുക്കറിയാം, ഏതൊരു പ്രവൃത്തിയുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും എന്നെ ശ്രമിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നു. നമ്മുടെ കൗൺസിലർ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴും പറഞ്ഞു. എല്ലാം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്കറിയാം ഏതൊരു പ്രവൃത്തിയുടെയും നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം കിട്ടുക എന്നുള്ളതാണ്, ഒരു ഹാപ്പിനെസ് കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും അങ്ങനെ. ഈ ലഹരി ഉപയോഗിക്കാൻ പോകുന്നവരും അവരുടെയും ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സന്തോഷം ലഭിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നത്. പക്ഷെ ആ നൈമിഷികമായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ സമയത്ത് കിട്ടുന്നതായ ആ സന്തോഷം കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ആ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരാൾ ലഹരി ഉപയോഗിക്കുക വഴി പലപ്പോഴും നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്ന അറിയുന്നത്, ഒരാൾ ലഹരി ഉപയോഗിക്കുന്നത് അറിയേണ്ടതായ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു എന്നറിയേണ്ടതായ മാതാപിതാക്കൾ പലപ്പോഴും ഇത് അറിയുന്നത് ഒരാൾ ലഹരിക്ക് അടിമയായി കുറ്റവാളിയായി പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനകത്തേക്ക്, എന്തുകൊണ്ടാണ് ഒരാൾ അതിലേക്ക് ചെന്ന് ചാടുന്നത്, എങ്ങനെയാണ് നമ്മൾ ആ ആളെ അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കേണ്ടത്? ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ടാൽ ആ ആളെ സമൂഹം ഒറ്റപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത്? റീഹാബിലിറ്റേഷൻ സാധ്യമാക്കേണ്ടത്? അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ടാൽ 3 രീതിയിലാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നത്. ഒന്ന്, വ്യക്തിഗതമായിട്ട് ആ ആളുടെ ആരോഗ്യത്തെ ബാധിക്കും. രണ്ടാമത്തത് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആണ്. മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് പറഞ്ഞാൽ മനഃശാസ്ത്രപരമായി ആ ആളെ സൈക്കോളജിക്കൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. മൂന്നാമത് സോഷ്യൽ ഇമ്പാക്റ്റ് ആണ്, സമൂഹത്തെ ബാധിക്കുന്നു. അപ്പൊ ശാരീരികമായി, മാനസികമായി, അതേപോലെ തന്നെ സാമൂഹികമായി 3 രീതിയിലുള്ള ദോഷങ്ങൾ നമുക്ക് സംഭവിക്കുന്നു. അതോടെ ആ വ്യക്തി ആർക്കും വേണ്ടാത്തവനായിട്ട് തഴയപ്പെടുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരും ഉടയവരൊക്കെ അവരെ കാണേണ്ട സ്ഥാനത്ത് കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന അവരുടെ സ്നേഹം എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ വീണു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇനി നമുക്ക് നോക്കാം. എന്താ നമ്മൾ പറഞ്ഞു, ഒരു സന്തോഷത്തിന് വേണ്ടിയാ. ഇതപ്പൊ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഒരാൾ എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ മറ്റൊരാൾ എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം, ലഹരി ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ആ കോശങ്ങൾ തലച്ചോറിൽ സജീവമാണ് എന്നുള്ളതാണ്. ലഹരി ഉപയോഗിക്കാത്ത ആളെ വെച്ച് പറഞ്ഞാൽ ആ ആളുടെ തലച്ചോറിൽ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതായ ഘടകങ്ങൾ സജീവമല്ല, ആക്റ്റീവ് അല്ല. ഇനി എന്തുകൊണ്ട് അപ്രകാരം സജീവമാകുന്നത് എങ്ങനെയാണ്? പലപ്പോഴും നമ്മൾ അറിയാം, എന്തൊരു കാര്യവും ഏതൊരു വസ്തുവും നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന സന്തോഷത്തിന് നിദാനമായ രാസീയങ്ങൾ നമ്മളുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിന്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതിന് ഈ സെറിബ്രത്തിന് 4 ലോബുകളുണ്ട്. സെറിബ്രത്തിന്റെ 4 ലോബുകൾ: ഓക്സിപിറ്റൽ, പെരൈറ്റൽ, ടെമ്പറൽ, ഫ്രോണ്ടൽ ലോബ്. ഈ ഓക്സിപിറ്റൽ, പെരൈറ്റൽ, ടെമ്പറൽ 3 ലോബുകളും നന്നേ ചെറുപ്പത്തിലെ വളർച്ച പൂർത്തിയാവും. ഫ്രോണ്ടൽ ലോബ് മാത്രം, തലയുടെ മുൻഭാഗത്തുള്ള ഫ്രോണ്ടൽ ലോബ്, ഒരു 3/4 സെന്റിമീറ്ററിന്റെ വലിപ്പമുള്ള ഈ ഫ്രോണ്ടൽ ലോബ് വളരെ പ്രായമാകുന്നതിനനുസരിച്ച്, അതായത് 23-25 വയസ്സാവുമ്പോൾ മാത്രമേ അതിന് ഡെവലപ്മെന്റ് പൂർത്തിയാവുള്ളൂ നമ്മുടെ. അപ്പൊ അങ്ങനെ തലച്ചോറിന്റെ വളർച്ച, ഫ്രോണ്ടൽ ലോബ് വളർന്നു വരുന്ന ആ പ്രായത്തിൽ
ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു ലഹരി ഉപയോഗിക്കാനിടയായാൽ ആ കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കും. പഠനം അല്ലെങ്കിൽ നല്ല സ്വഭാവ രൂപീകരണം ഉണ്ടാകേണ്ട പ്രായത്തിൽ ലഹരി ചെന്ന് ആ തലച്ചോറിന്റെ വളർച്ചയെ ബാധിച്ചാൽ നമുക്കറിയാം അത് ആ കുട്ടിയുടെ പിന്നീടുള്ള കാലങ്ങൾ മുഴുവൻ അവൻ്റെ ജീവനെ അവൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ മുഴുവൻ തടസ്സപ്പെടുത്തുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച ആ തലച്ചോറിനെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ലീഗലൈസ്ഡ് ആയിട്ടുള്ള പലതും വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം 23 വയസ്സ് 25 വയസ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്ന മദ്യം ഉപയോഗിക്കാൻ. നമ്മുടെ ഇവിടെയും 23 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് മദ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്, കുറ്റകരമാണ്. അപ്പൊ അതിനൊരു ഏജ് നിശ്ചയിച്ചിരിക്കുന്നതിന്റെ കാരണം തന്നെ ഇതാണ്. അപ്പൊ അങ്ങനെ തലച്ചോറിന്റെയും ഫ്രോണ്ടൽ ലോബിന്റെ, അതുകൊണ്ട് ആ ചെറുപ്രായത്തിലെ ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകൾ പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ നമ്മുടെ അതായത് വൈദ്യശാസ്ത്രപരമായിട്ട് ഡോക്ടർമാർക്ക് പോലും അത് ആ ആളെ റിക്കവർ ചെയ്യിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രായമായവരിൽ പലപ്പോഴും എന്ത് ചെയ്യാം, അതിന് റീഹാബിലിറ്റേഷൻ അതിലും എളുപ്പത്തിൽ സാധ്യമാകും. ഇതുകൊണ്ട് എല്ലാവരും വളരെ എനർജറ്റിക് ആവും. ഒരു 3 മണി 4 മണി സമയത്തൊക്കെയാണ് നമ്മളിങ്ങനെ ഒരു യോഗം സംഘടിപ്പിച്ചെങ്കിൽ പലരും നമ്മൾ എന്ത് ചെയ്യും, ഒരു വായ്ക്കോട്ട ഇടാനും ഒരു ഉറക്കം തൂങ്ങാനൊക്കെ ഇടവരും. ആ സമയത്ത് നമുക്കൊരു ചായ കുടിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക്. ആ ചായ കുടിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ ഡോപ്പമിൻ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു ചായ കുടിക്കുമ്പോൾ നമുക്ക് 100 മോളിക്യൂളാണ്, 100 തന്മാത്രകളാണ് ഡോപ്പമിന്റെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ അത് ഒരു പുക വലിക്കുന്ന ആളിൽ അത് 250 ആയിരിക്കാം. ഒരു മദ്യം കഴിക്കുന്ന ആളിൽ ചിലപ്പോൾ അത് 500 ആയിരിക്കാം. ഒരു ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ അത് 1000 ആയിരിക്കാം. അങ്ങനെ കൂടിയ വസ്തു, അതായത് 1000 തന്മാത്രകൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ആളെ നമ്മൾ ഈ പറയുന്ന 100ലേക്കോ അല്ലെങ്കിൽ ഒരു പഠനത്തിലൂടെയോ മറ്റെന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഒരു 75 ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇതിലേക്കോ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമകരമായ ഒരു ജോലിയാണ് ഡോക്ടർമാർ പലപ്പോഴും ഈ ഡി അഡിക്ഷനിൽ ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ടാണ് ഒരാളെ തിരിച്ച് റീഹാബിലിറ്റേഷൻ എളുപ്പമല്ല എന്ന് പറയുന്നത്. കാരണം റീഹാബിലിറ്റേഷൻ എളുപ്പമല്ല എന്നല്ല, ചെയ്യാൻ കഴിയും. പക്ഷെ അതിന് നമ്മളുടെ കുടുംബവും സമൂഹവും എല്ലാം ഒത്തുകൂടെ നിന്നാൽ മാത്രമേ ആ ആളെ നമുക്ക് പുനരധിവസിച്ച് പഴയ അവസ്ഥയിൽ എത്തിക്കാൻ പറ്റൂ. വീണ്ടും അത്രത്തോളം നമുക്ക് ആ സന്തോഷം കിട്ടാൻ വേണ്ടി വീണ്ടും ഈ വസ്തു ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചെയ്യുന്നത്. അതായത് നോർമൽ സ്റ്റേറ്റിൽ നിന്ന് ഈ ആള് താഴെ പോകുന്നു. ഏതൊരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആളുകൾ ആദ്യത്തെ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഒരു എലിവേറ്റഡ് സ്റ്റേറ്റിലേക്കായിട്ട് മാറുന്നു. നോർമൽ സ്റ്റേറ്റിൽ നിന്ന് മുകളിലെത്തുന്നു. അവിടെ നിന്ന് താഴെ ഈ ആൾ നോർമൽ സ്റ്റേറ്റിൽ നിന്ന് താഴേക്ക് പോകുന്നു. ആരും നമ്മൾ നോർമൽ സ്റ്റേറ്റിൽ നിന്ന് താഴെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ നോർമൽ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടി ആ വസ്തു ഉപയോഗിക്കാനായിട്ട് തോന്നും. അന്നേരമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്, അതായത് ഇതിന്റെ ഒരു മാഫിയ, ഇവരെ എപ്പോഴും സ്നേഹിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു മാഫിയുണ്ട്, അവർക്ക് വേണ്ടത് കൊടുക്കാൻ തയ്യാറാവും. അന്നേരമാണ് നമ്മൾ ഈ മോഷ്ടിക്കുക, കൊലപാതകം ചെയ്യുക, മാതാപിതാക്കളെ തല്ലുക, ഈ പത്രത്തിൽ കാണുന്ന എല്ലാ ന്യൂസുകളും നമ്മൾ കാണാനില്ല വരുന്നത്. അപ്പോ ലഹരി ഉപയോഗിക്കുന്നതിന്റെ ദോഷവശം നമുക്ക് പറഞ്ഞ് വ്യക്തമായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക സമൂഹത്തിന് എന്നുള്ളതാണ് നമുക്കിതിനെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല. അതുകൊണ്ടാണ് നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ എൻഫോഴ്സ്മെന്റിനോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിക്കുന്നതിന്റെ കാരണം. നമ്മുടെ കുട്ടികളിലൊക്കെ പലപ്പോഴും ഇത് വളരെ കൃത്യമായിട്ട് അവർക്കറിയാം. അവർ പഠിച്ചു വരുന്ന ഒരു പാഠഭാഗങ്ങളിലൊക്കെ നമ്മളുടെ ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ദോഷവശങ്ങൾ എപ്രകാരമാണെന്നുള്ള പല ക്ലാസ്സുകളിലും ഞങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാവാറുണ്ട്. കുട്ടികൾക്കൊക്കെ അവർ അതിനെക്കുറിച്ചൊക്കെ വളരെ ബോധവാന്മാരാണ്. അപ്പൊ നമുക്ക് ഇനി ഫിസിക്കൽ ഇമ്പാക്ട് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ഇമ്പാക്ട് ചെയ്യാൻ പറഞ്ഞു. അതായത് നമ്മളുടെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ മാനസികമായിട്ട് എപ്രകാരമാണ് ആളെ അത് ബാധിക്കുന്നത്. അതായത് ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഉണ്ടാകുന്നത് ഫ്രസ്ട്രേഷൻ, അജിറ്റേഷൻ, സ്വെറ്റിംഗ്, ഇതെല്ലാം അവരെ ബാധിക്കുന്നതാണ്. ചെറുപ്രായത്തിൽ ശരിയും തെറ്റും പറഞ്ഞു കൊടുത്ത് മക്കൾ അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ബാല്യകാലത്തെല്ലാം നമ്മൾ കാണിച്ചത് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം അവർ അനുകരിച്ചുകൊണ്ടിരുന്നു. പിന്നെ എപ്പോഴാണ് നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്? അവരവിടെ നിന്ന്
ഒരു ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കും. കൗമാരത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മൾ ചെറുപ്രായത്തിൽ എന്ത് കുട്ടികൾ ആവശ്യപ്പെട്ടാലും നമ്മൾ വാങ്ങിക്കൊടുക്കും. ഒരു പെൻസിൽ ചോദിച്ചാൽ ഒരു പാക്കറ്റ് പെൻസിൽ വാങ്ങിക്കൊടുക്കും. ഒരു പേന ചോദിച്ചാൽ ഒരു പാക്കറ്റ് പെൻസിൽ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും. വീണ്ടും അവൻ അടുത്ത ഘട്ടം ഒരു ജോഡി ഷൂ ചോദിക്കും. അപ്പോൾ പേന ചോദിച്ചാൽ നമ്മൾ ഒരു പാക്കറ്റ് പേന വാങ്ങിക്കൊടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഏറ്റവും നല്ല പേന ആ ക്ലാസ്സിലെ കുട്ടിയുടെ ഏതാണോ അതിന് പറ്റിയ പേന വാങ്ങിക്കൊടുക്കും. അപ്പൊ അവൻ ചോദിക്കുന്നത് എല്ലാം കിട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തുമ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പ്ലസ് ടുവിൽ എത്തുന്ന സമയത്തുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ ആവശ്യം എന്തായിരിക്കും, ഒരു മൊബൈൽ ഫോൺ വേണമെന്ന് പറയും. മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിക്കൊടുക്കും. അവിടെ നിന്ന് അവന് തൊട്ടടുത്ത വർഷം ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും, ഒരു മോട്ടോർ ബൈക്കാണ്. അന്നേരം അപ്പോഴും നമ്മൾ പറയും, മോനെ ലൈസൻസ് എടുക്കാറായിട്ടില്ല. അവൻ ലൈസൻസ് വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. കാരണം അവൻ കാണുന്ന പലരും പിള്ളേർ അവരുടെ കൂട്ടുകാരൊക്കെ ഈ മോട്ടോർ ബൈക്ക് കൊണ്ട് കിടക്കുന്നുണ്ടാവും. അവിടെ നമ്മൾ എപ്പോൾ അത് വാങ്ങിത്തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അവന് പുറമെ ഒരു സുഹൃത്ത് വലയം കാത്തിരിക്കുന്നുണ്ട്. അതിനകത്ത് ഈ ലഹരി മാഫിയ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുക. പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലർ സ്നേഹത്തോടെ പറയും, ചിലർ പറയും സ്നേഹത്തോടെ നിന്നെ കൊണ്ടൊന്നും കൊള്ളില്ലാന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും, എന്നാൽ പിന്നെ ക്രമേണ അതിനകത്തേക്ക് എന്നാൽ കൊള്ളാമെന്ന് നോക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് തിരിയാൻ തോന്നും. അതാണ് പിയർ ഗ്രൂപ്പ് പ്രഷർ. മൂന്നാമത്തെ ഒരു വസ്തുത പറയുന്നത് സ്ട്രെസ്സാണ്. അമിതമായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ നല്ല മാനസിക സംഘർഷങ്ങളിലാണ്. നമ്മൾ കാണുമ്പോൾ ഒന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പഠനത്തിനൊക്കെ വേണ്ടി നമ്മൾ കൂടുതൽ കുട്ടികളെ സ്ട്രെസ് ചെയ്യുക. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെതായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന കഴിവുകളല്ല അവർക്ക്. ചിലർക്ക് നൈസർഗികമായ പല വാസനകൾ കൊടുത്തിട്ടുണ്ടാവും. ചിലർ കുറഞ്ഞ കുട്ടികൾ ചിലപ്പോൾ ജീനിയസ് ആയിട്ടായിരിക്കും ചെറുപ്പം മുതലേ വളർന്നു വരുന്നത്. പക്ഷെ സാധാരണ മറ്റു കുട്ടികൾ ആവറേജ് ആണെങ്കിൽ അവർക്ക് വ്യത്യസ്തങ്ങളായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകൾ എന്തൊക്കെയെന്ന് നമ്മൾ കണ്ടെത്തുക. അമിതമായിട്ടല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം കുട്ടികളെ വളർത്താതെ അവരുടെ നൈസർഗികമായ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ സർഗാത്മകത നമ്മൾ കണ്ടെത്തുക. അതേപോലെ നല്ല അവരുടെ ക്രിയേറ്റിവിറ്റി എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തി ആ വഴിയിലൂടെ ആ കുട്ടികളെ അമിത സ്ട്രെസ് ഇല്ലാതെ വളർത്തുക. നാലാമതൊരു കാരണം പറയുന്നത് ബ്രോക്കൺ ഫാമിലി. മാതാപിതാക്കൾ എപ്പോഴും വഴക്കടിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലിയിൽ കുട്ടികൾ എപ്പോഴും പലപ്പോഴും ലഹരി ചെന്നെത്താനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ഒരിക്കലും ചെറുപ്പകാലത്ത് കിട്ടുന്ന വാത്സല്യം ലാളനയൊക്കെയാണ് വലുതാകുമ്പോൾ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നു. നല്ല കാലമായി ഇതെല്ലാം നമ്മുടെ റെസിഡൻസ് അസോസിയേഷന് ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ നമുക്ക് പതിപ്പിക്കാൻ കഴിയും. അതൊക്കെ നമുക്ക് കാരണം ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നതാണ് നമ്മൾ. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം നമ്മളുടെ നാട്ടിൽ ആർക്കും ഒരു അശരണരും ഒക്കെ ആയിട്ടുള്ള ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ധാരാളം സഹായങ്ങൾ ചെയ്യാൻ നമ്മളുടെ കൈകളിലുണ്ട്, അല്ലേ? നമുക്ക് അങ്ങോട്ടും അവർക്ക് കൊടുത്ത് അവർക്ക് വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയും. അതൊക്കെ നമുക്ക് ഈ റെസിഡൻസ് അസോസിയേഷന് വളരെ വലിയൊരു പങ്ക് വഹിക്കാൻ പകരക്കാരനായിട്ട് അവർ KS ഇബ്രാഹിം വിമുക്തിയുടെ മെന്ററാണ്. അദ്ദേഹത്തിന് പകരക്കാരനായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എത്ര വയ്യാലും വേണ്ടില്ല, ഞാൻ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് യൂസേറിനോട് ഇവിടെ എത്തുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഫേസ്ബുക്ക് വഴി വന്നിരുന്ന ഒരു ആർട്ടിക്കിളാണ് ലൈക്ക് MDMA ആൻഡ് നാർക്കോട്ടിക്സ്. അത് ഏറ്റവും കൂടുതൽ അത് ഹബ്ബായിട്ടിരിക്കുന്നത് കേരളമാണെന്ന് പറയുന്നത്. വൈ ഇറ്റ് ഈസ് ബിക്കോസ് അത് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഞാൻ പറഞ്ഞേ, അതായത് ഈ എഫിഡ്ര പ്യൂപ്പ, എഫിഡ്രിൻ എന്ന് പറയുന്നത് ഞാനിപ്പോ അത്ര ചോദിച്ചു വന്നുകൊണ്ടാ, കൊച്ചുകുട്ടികളും ഇല്ലാത്തതുകൊണ്ട്. എഫിഡ്രിൻ എന്ന് പറയുന്ന ഒരു വസ്തുവിൽ നിന്നാണ് നമ്മൾ എഫിഡ്ര പ്യൂപ്പ എന്ന് പറഞ്ഞാൽ അത് ചൈനയിലും മംഗോളിയയിലും ഒക്കെ കാണപ്പെട്ട ഒരു ചെടിയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. ഇത് കൃത്രിമമായിട്ട് സിന്തറ്റിക് ആയിട്ട് നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് ബോംബെയിലൊക്കെ കണ്ടിട്ടുണ്ട് ചില സ്ഥലത്ത് അതായത് മെത്ത് കിച്ചൺ എന്നറിയപ്പെടുന്ന ചില കിച്ചണിലെല്ലാം ഇത് നിർമ്മിച്ചെടുക്കുന്ന സ്ഥലമുണ്ട്. പക്ഷെ ഇതിലെല്ലാം ഉപരിയായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് അത് ഇവിടെ വരുന്നത്. അല്ലാതെ നമ്മുടെ കേരളത്തിൽ ഇതിന്റെ നിർമ്മാണം കാര്യമായിട്ട് നടന്നിട്ടല്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയുടെ ആ ഒരു ഭൂപ്രകൃതി, ഇന്ത്യയിലെ ആ ഒരു സാൻഡ്വിച്ച് പോലുള്ള, അതായത് നമ്മുടെ ഗോൾഡൻ ക്രസന്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ ഇടയിലുള്ള ആ സ്ഥാനം കൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നിർബാധം ഇവിടെ വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത.
അങ്ങനെ ഡിപ്പെൻഡൻസി ഉണ്ടാകുന്ന ഒരാൾക്ക് അടുത്തുണ്ടാകുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ ടോളറൻസ് ആണ്, സഹിഷ്ണുത. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉപയോഗിക്കുമ്പോൾ ഒരു അല്പം മതി, വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യമാകുമ്പോൾ അളവ് കൂടി തുടങ്ങും, മൂന്നാമത്തെ പ്രാവശ്യം അതിലും അളവ് കൂടും. നമുക്കറിയാം ഇതൊക്കെ എപ്പോഴും ഹാബിച്വൽ ആവണത്. വർഷത്തിലൊരിക്കൽ നമ്മുടെ കുട്ടികൾ, ഞാനിവിടെ ഈ സോഷ്യൽ ഡ്രിങ്കിങ്ങിനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, വർഷത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിലോ എവിടെയെങ്കിലും വെച്ച് നമ്മുടെ കുട്ടികൾ എവിടെയെങ്കിലും ചെന്ന് പങ്കെടുത്ത് കഴിയുമ്പോൾ ചുമ്മാ ഇതിന്റെ രുചി ഒന്ന് രുചിക്കാൻ അവിടെ ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ, അതിനകത്തൊന്ന് ചെയ്തു. 94417800 ഈ നമ്പറിൽ വിളിച്ച് ഏത് ലഹരി പദാർത്ഥത്തെ കുറിച്ച് കിട്ടുന്ന എന്ത് വിവരങ്ങളും കൈമാറാം. ടോൾ ഫ്രീ നമ്പറാണ്. ആവശ്യമുണ്ട്. നമ്മളൊരു വിഷപ്പാമ്പിനെയോ ഒരു പട്ടിയോ ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ആ സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മൾ അവിടെ തലകറങ്ങി വീഴരുത്. ആ സാഹചര്യത്തെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതായ ആ സാഹചര്യത്തെ തരണം ചെയ്യാനുള്ള ശക്തി തരുന്നത് ഈ അഡ്രിനാലിൻ പോലുള്ള ഹോർമോൺസ് ആണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. അപ്പൊ സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക് രണ്ട് നെർവസ് സിസ്റ്റമാണ് ഉത്തേജിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. സന്തോഷം അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉത്തേജിപ്പിക്കപ്പെടും. അല്ലാത്ത സമയത്ത് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉത്തേജിപ്പിക്കും. നമുക്കറിയാം അച്ചടക്കം, അത് ആരെയും പേടിച്ചുകൊണ്ടായിരിക്കരുത്, അത് മറ്റാരാലും പരിശോധിക്കപ്പെട്ടിട്ട് ആയിരിക്കരുത് നമ്മൾക്ക് ഡിസിപ്ലിൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്, അല്ലേ? നമ്മൾ നിക്ഷിപ്തമായിട്ടുള്ള ഒരു കർത്തവ്യം മറ്റാരാലും പരിശോധിക്കപ്പെടാതെ അത് സ്വയമേ നിർവഹിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അച്ചടക്കം എന്ന് പറയുന്നത്. ഈ സമയം വരെ ശ്രമിച്ച എല്ലാവർക്കും കോതമംഗലം എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.